നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ അടുത്ത വ്യാഴാഴ്ച നടക്കുമെന്നാണ്. പുതിയ നിയമസഭയിലെ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുക വ്യാഴാഴ്ചയാണ്. മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ, അതിൽ കോൺഗ്രസിന്റെ മന്ത്രിമാരൊഴികെയുള്ളവർ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതിയ നിയമസഭാംഗങ്ങൾ വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും എന്ന വാർത്തയാണ് വരുന്നത്. എൻ ശക്തനായിരിക്കും പ്രോട്ടേം സ്പീക്കർ ആകുക. സഭയിലെ മുതിർന്ന അംഗമാണ് സാധാരണഗതിയിൽ പ്രോട്ടേം സ്പീക്കർ ആകുന്നത്. എൻ ശക്തൻ പ്രോട്ടേം സ്പീക്കർ ആകും എന്ന കാര്യം കൂടി വരുന്നുണ്ട്. തിങ്കളാഴ്ച ചേരുന്ന ആദ്യ മന്ത്രിസഭാ യോഗം നിയമസഭ വിളിച്ചു ചേർക്കുന്നതിനുള്ള ശുപാർശ നൽകും എന്ന വാർത്തയുമാണിപ്പോൾ വരുന്നത്. ഹാഷ്മിക്ക് തുടരാം. അപ്പോൾ ഈ ഫോർവേഡ് ബ്ലോക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. ഫോർവേഡ് ബ്ലോക്കിന് അർഹമായ ഒരു പ്രാതിനിധ്യം ആ സഭയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മാത്രമല്ല ചില ഘടകകക്ഷികൾക്ക് മറ്റു ചില ഉണ്ടല്ലോ, ഭരണവുമായി ചേർന്ന് നിൽക്കുമ്പോൾ അവർക്ക് കൊടുക്കാൻ ആവശ്യമായ ചില ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഒന്ന് ജി ദേവരാജന് കിട്ടും എന്ന കാര്യത്തിൽ ഒരു തർക്കം അക്കാര്യത്തിലില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഔദാര്യം എന്ന മട്ടിൽ വി ഡി സതീശന് മുഖ്യമന്ത്രി സ്ഥാനം ഹൈക്കമാൻഡ് കൊടുത്തതല്ല. ഒരർത്ഥത്തിൽ ഹൈക്കമാൻഡ് അതൊരു നിർബന്ധിത സാഹചര്യത്തിൽ തന്നെ കൊടുത്തതാണ്. ഹൈക്കമാൻഡിന്റെ ബൈ ഡിഫോൾട്ട് താല്പര്യം അത് കെ സി വേണുഗോപാലായിരുന്നു. കെ സി വേണുഗോപാൽ എത്തിക്കാനുള്ള പല ശ്രമങ്ങൾ നടന്നതാണ്. പക്ഷേ അതൊന്നും വിജയിക്കാതിരിക്കുകയും ഈ പറഞ്ഞ PR ക്യാമ്പയിനാണ് എന്നുള്ളതൊക്കെ അതൊന്നും അങ്ങനെയൊന്നും അല്ല. അത് യഥാർത്ഥത്തിൽ ജനവികാരമാണ് തിരിച്ചറിയുകയും അത് കൊടുക്കാതിരുന്നാൽ അത് ദീർഘകാലാടിസ്ഥാനത്തിൽ അതിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പുതിയ കാലത്തോട് സംവദിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം എന്ന് കൃത്യമായ വിലയിരുത്തലുണ്ടാകുന്ന തീരുമാനമാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ മന്ത്രിമാരുടെ കാര്യമൊക്കെ വരുമ്പോഴേക്കും കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയ്ക്കും അങ്ങ് പൂർണ്ണമായി കൺസീഡ് ചെയ്ത് നിൽക്കേണ്ട ഒരു പൊസിഷനിലല്ല നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ന് ഉറപ്പായി നമുക്ക് പറയാം. അതേസമയം എന്താണ്, കെ സി വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ തന്നെയാണ് അല്ലെങ്കിൽ സാന്നിധ്യത്തിൽ തന്നെയാണ് മന്ത്രിസഭാ തീരുമാനങ്ങൾ അല്ലെങ്കിൽ മന്ത്രി തീരുമാനങ്ങൾ എന്ന് പറഞ്ഞു. ഉറപ്പായും ഹൈക്കമാൻഡ് കേരളത്തിലെ കൃത്യമായ പ്രതിനിധിയാണ്. അപ്പോൾ ഹൈക്കമാൻഡ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് AICC രണ്ടാമൻ. ആ രണ്ടാമൻ സ്ഥാനത്തിൽ തന്നെ എന്നത് പറയുന്നു എന്നതിനർത്ഥം കൃത്യമായി മുഖ്യമന്ത്രി സ്ഥാനം വി ഡി സതീശന് കൊടുത്തതുകൊണ്ട് ഈ പറഞ്ഞ മന്ത്രിസ്ഥാനങ്ങൾ കെ സി വേണുഗോപാലും ചെന്നിത്തലയ്ക്കും വീതിച്ചു കൊടുക്കുന്നു എന്ന അർത്ഥം ആരും കൽപ്പിക്കേണ്ടതില്ല. കൃത്യമായൊരു സേ മുഖ്യമന്ത്രിക്ക് അവിടെയുണ്ട്. നേരത്തെ ബി ദിലീപ് കുമാർ പറഞ്ഞ CPM കമ്പാരിസനോട് ഞാൻ യോജിക്കുന്നില്ല. CPM മറ്റൊരു സംഘടനാ രീതിയാണ്. CPMന് മറ്റൊരു സംഘടനാ സ്ട്രക്ചർ ഉണ്ട്. അതിൻ്റെ അധികാര കേന്ദ്രങ്ങൾ അങ്ങനെയാണ്. പാർട്ടി സെക്രട്ടറി ശക്തനാണെങ്കിൽ പാർട്ടി കേന്ദ്രം അങ്ങോട്ടേക്ക് മാറുക, അതാണ് അവിടെ VS സംബന്ധിച്ചത്. അതേസമയം പിണറായി വിജയൻ അന്നത്തെ ശക്തനായ പാർട്ടി സെക്രട്ടറി തിരികെ മുഖ്യമന്ത്രിയായപ്പോഴേക്കും ഏതായാലും പാർട്ടിയുടെ യാതൊരു നിയന്ത്രണം ഉണ്ടാവാതിരിക്കുകയും പാർട്ടിയുടെ നിയന്ത്രണം കൂടി മുഖ്യമന്ത്രിയിൽ കൃത്യമായി തന്നെ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും പിണറായി വിജയൻ തീരുമാനിക്കുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യം അങ്ങനെയല്ല. കോൺഗ്രസിന് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പവർ പൊസിഷനാണ്. ആ പവർ പൊസിഷനോട് ചേർന്ന് നിൽക്കുന്ന അധികാരത്തോട് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ലോയലിസ്റ്റുകൾ ചിലപ്പോൾ എല്ലാ കാലത്തും കെ സി ഗ്രൂപ്പിനാളുകൾ കെ സി ഗ്രൂപ്പിലേക്ക് മാത്രം നിൽക്കുകയും ചെന്നിത്തല ഗ്രൂപ്പിനാൾ മാത്രം നിൽക്കുക എന്നത് നമുക്ക് അങ്ങനെ വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചോർച്ചയില്ലാത്ത കമ്പാർട്ട്മെൻ്റ് ഒന്നും അല്ലാതെ ഈ പവർ പോസ്റ്റിനോട് ലോയലായി നിൽക്കുന്ന ഗ്രൂപ്പ് മാറ്റങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അതുകൊണ്ട് ഇവിടെയും അത് കാണാതിരുന്നുകൂടാ. പക്ഷേ മുഖ്യമന്ത്രി എന്ന പദവിക്ക് കോൺഗ്രസിൽ വളരെ കൃത്യമായ എന്താണ് പവർ ഇക്വേഷൻ അവിടെയുണ്ട്. അപ്പോൾ അത് ചെറിയ പദവിയല്ല. മന്ത്രിമാരെ തീരുമാനിക്കുന്നതിൽ അല്ലെങ്കിൽ ആ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതിൽ ഈ പറഞ്ഞ അന്ന് VS അച്യുതാനന്ദനെ വട്ടമിട്ട് വളഞ്ഞതുപോലെ ഒരു സബ് കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കി മുഖ്യമന്ത്രി നിരീക്ഷിച്ച ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കിയപ്പോൾ കോൺഗ്രസിന് അതൊന്നും വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ല. കോൺഗ്രസിൽ അതിന്റെ മുഖ്യമന്ത്രി പദവിക്ക് കൃത്യമായ ഒരു പവറുണ്ട്. ആ പവർ ഉപയോഗിക്കാൻ അറിയാവുന്ന ആളുമാണ് വി ഡി സതീശൻ എന്ന് അതിൽ തർക്കം വേണ്ട. ഓക്കെ, താങ്ക് യു. ആഷ്മി താജ് ഇബ്രാഹിം സംസാരിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ നിയമസഭാ കക്ഷി യോഗത്തിൽ നടന്ന അല്പം മുമ്പ് നടന്ന യോഗത്തിലെ സ്വീകരണ പരിപാടികളുടെ ദൃശ്യങ്ങളാണ്. നിയുക്ത മുഖ്യമന്ത്രി അവരെല്ലാവരും MLA മാർ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ വി ഡി സതീശനും സംഘവും ലോക് ഭവനിലാണുള്ളത്. ഗവർണറെ കാണാനുള്ള പരിപാടിയാണ്. സർക്കാർ രൂപീകരിക്കാനുള്ള ക്ലെയിം ഉന്നയിക്കാൻ വേണ്ടി, ഭരണഘടനാപരമായ അവകാശം ഉന്നയിക്കുവാൻ വേണ്ടി അവർ ഇപ്പോൾ ലോക് ഭവനിലുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.